ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പായസ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗോതമ്പ് പായസം എല്ലാവരും ഉണ്ടാക്കാറുള്ളത് തന്നെ ആയിരിക്കും അല്ലേ? സ്ഥിരം ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസത്തിൽ സാധാരണ ഗോതമ്പ് പായസത്തിൽ ചേർക്കാത്ത 2 ചേരുവകൾ കൂടെ ചേർത്താണ് നമ്മളിന്ന് ഈ പായസം ഉണ്ടാക്കുന്നത്. മിക്കവർക്കും അറിയുന്നത് തന്നെയാവും. എന്നാൽ ഇതുവരെ ഈ ചേരുവകൾ ചേർത്തുണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതെൻ്റെ 3ാമത്തെ പായസ റെസിപ്പിയാണ്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 പായസത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതുതായി വീഡിയോകൾ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം 2 കപ്പ് സൂചി ഗോതമ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇടണം. ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ 2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് നമുക്കിത് വേവിക്കാനായി കുക്കറിലേക്ക് മാറ്റാം. രണ്ട് കപ്പ് ഗോതമ്പിന് അതേ കപ്പിൽ 6 കപ്പ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഗോതമ്പ് വേവിക്കുന്നത്. രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി 1 മണിക്കൂറിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ല പോലെ ഗോതമ്പ് വെന്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പായസത്തിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ ശർക്കര പാനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായി ഒന്ന് തിളപ്പിക്കണം. അടിയിൽ പിടിക്കാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ ചേരുവകളിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. സാധാരണ ഗോതമ്പ് പായസം ഉണ്ടാക്കുമ്പോൾ മധുരത്തിനനുസരിച്ച് മുഴുവനായി ശർക്കര തന്നെയാണല്ലേ ഒരുക്കി ചേർക്കാറുള്ളത്. നമ്മൾ 2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുള്ളത് കൊണ്ട് മധുരത്തിന് ഇപ്പോൾ ചേർത്തിട്ടുള്ള ശർക്കര പോരാ. അപ്പോൾ കുറച്ചൊരു വ്യത്യാസത്തിൽ ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ അര ടിന്ന് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒന്നുകിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അടുത്തതായി നമുക്ക് പായസത്തിലേക്കുള്ള അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഒന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായാൽ ആദ്യം അണ്ടിപ്പരിപ്പ്, പിന്നെ തേങ്ങാക്കൊത്ത് ഇവ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം അതേ നെയ്യിൽ ഞാൻ പറഞ്ഞ ആ ചേരുവകളിൽ 2ാമത്തെ ചേരുവ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. അത് വേറെ ഒന്നല്ല, നേന്ത്രപ്പഴമാണ്. ഉണക്കമുന്തിരി ചേർക്കുന്നതിന് പകരം ഇതുപോലെ നേന്ത്രപ്പഴം വാട്ടി ചേർത്താൽ നമ്മുടെ ഗോതമ്പ് പായസത്തിന് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. നേന്ത്രപ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല, അതിന് പകരം സാധാരണ പഴം ഉപയോഗിക്കാം. സാധാരണ പഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ നെയ്യിൽ വാട്ടേണ്ട ആവശ്യമില്ല, നേരിട്ടങ്ങ് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പഴം നെയ്യിൽ നന്നായി വാടി വന്നിട്ടുണ്ട്.
ഇത് നമുക്കിനി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഗാർണിഷിങ്ങിനായിട്ട് ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കിടിലൻ ഗോതമ്പ് പായസം ഇവിടെ റെഡിയായി. ഇനി ചൂടോട് കൂടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഗോതമ്പ് പായസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു പുതുമ ഒന്നുമില്ല, മിക്കവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അറിയാത്തവർക്കായി ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ അറിയാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതിലേക്കും ബായ്, അസ്സലാമു അലൈക്കും.